ഇലക്ഷൻ ഇന്ത്യ ഇനി നേരെ പോകുന്നത് തൃശ്ശൂരിലേക്കാണ്. തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങളിൽ അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാറിന് ഐക്യദാർഢ്യവുമായി മുംബൈ മലയാളികൾ. ജനാധിപത്യ മതനിരപേക്ഷ മൂല്യങ്ങൾക്ക് വേണ്ടിയുള്ള പിന്തുണയെന്ന മന്ത്രി ആർ ബിന്ദു. മുംബൈ മലയാളികളുടെ സാന്നിധ്യം അണികളുടെ ആവേശം ഇരട്ടിപ്പിച്ചുവെന്ന വി എസ് സുനിൽകുമാർ. പ്രവാസികളോടുള്ള സർക്കാർ നിലപാടിന്റെ പ്രതിഫലനമാണ് ഈ പിന്തുണയെന്ന് കെ വി അബ്ദുൽ ഖാദർ MLA. മുംബൈയിലെ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ പ്രമുഖരായ ഒരു സംഘം മലയാളികളാണ് ജന്മനാട്ടിലെ സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറിന് ഐക്യദാർഢ്യവുമായി തൃശ്ശൂരിലെത്തി തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗങ്ങളിൽ പങ്കാളികളായത്. കൂടെ നാട്ടിലെ ബന്ധുക്കളും സുഹൃത്തുക്കളും കൂടി ഭാഗമായതോടെ ആവേശം ഇരട്ടിയായി. തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുംബൈ മലയാളി അസോസിയേഷൻ്റെ ഒരു വലിയ സംഘം തന്നെ ഇവിടെ വന്നിരിക്കുകയാണ്. അവരെല്ലാം എല്ലാ ബൂത്തുകളിലും പല സ്ഥലങ്ങളിലും നേരിട്ട് വന്ന് ജനങ്ങളെ കണ്ട് വോട്ട് ചോദിക്കാൻ വേണ്ടി വന്നു എന്നുള്ളത് വലിയ ആഹ്ലാദകരമാണെന്ന് മാത്രമല്ല, അത് നമുക്ക് വലിയ ആത്മവിശ്വാസം നൽകിയിട്ടുള്ളൊരു കാര്യമാണ്. ഞങ്ങൾക്ക് അത്യാവശ്യം ഉണ്ടാക്കിയ ഒരു പരിപാടിയായിരുന്നു ബോംബെ മലയാളികൾ നൽകിയ അവരുടെ ഒരു സാന്നിധ്യം. രാജ്യത്തിന്റെ മതനിരപേക്ഷ പാരമ്പര്യം കാത്തു സംരക്ഷിക്കാനുള്ള ഉദ്യമമായി മുംബൈ മലയാളികളുടെ ഈ യാത്രയും പിന്തുണയും അഭിനന്ദനമറിയിക്കുന്നുവെന്ന് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. ജനാധിപത്യ മതനിരപേക്ഷ മൂല്യങ്ങൾക്കു വേണ്ടി എല്ലാവരും അവരെ കൊണ്ട് കഴിയുന്നത് ചെയ്യണം എന്ന കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് മുംബൈ മലയാളികളായ ഈ സുഹൃത്തുക്കൾ ഇത്ര ദൂരം യാത്ര ചെയ്ത് ഇവിടെ എത്തിയിട്ടുള്ളത്. അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാറിനെ കണ്ട് ആശംസകൾ അറിയിക്കാനും ഐക്യദാർഢ്യം രേഖപ്പെടുത്താനും തങ്ങളുടേതായ നിലയിൽ പ്രചാരണം നടത്താനുമാണ് ഈ സുഹൃത്തുക്കൾ ഇവിടെ എത്തിയിട്ടുള്ളത്. അവർക്കേവർക്കും സ്നേഹാശംസകൾ. മറുനാടൻ മലയാളികളോടും പ്രവാസികളോടുമുള്ള കേരള സർക്കാരിന്റെ നിലപാടുകളുടെ പ്രതിഫലനമാണ് ഈ പിന്തുണയെന്ന് ഗുരുവായൂർ MLA കെ വി അബ്ദുൽ ഖാദർ പറഞ്ഞു. ബോംബെ മലയാളികളുടെ പ്രിയങ്കരായ ചില സാധ്യതകൾ കൂടി ഇവിടെ എത്തിയിട്ടുണ്ട്. അത് മറുനാടൻ മലയാളികളോടും പ്രവാസികളോടും ഈ സർക്കാരും ഈ മുന്നണിയും എടുക്കുന്ന നിലപാടിന്റെ കൂടി പ്രതിഫലനമാണ് എന്നത് അഭിമാനകരമാണ്. സുനിലിനെ അടുത്ത സ്വീകരണ കേന്ദ്രത്തിലേക്ക് യാത്രയക്കാം. ഗുരുവായൂർ മണ്ഡലങ്ങളിൽ നടന്ന പ്രചാരണ യോഗങ്ങളിൽ സ്ഥാനാർത്ഥിയോടൊപ്പം സഞ്ചരിച്ചാണ് മുംബൈയിൽ നിന്നെത്തിയ സംഘം കടുത്ത വേനൽ ചൂടിൽ സ്നേഹത്തിന്റെ തണലൊരുക്കിയത്.